സൽക്കർമ്മം ചെയ്യുന്ന വിശ്വാസികൾക്ക് കൊടുക്കുന്ന സുഖജീവിതം എവിടെ? അത് സ്വർഗത്തിലാണോ, ഖബറിലാണോ, ദുനിയാവിലാണോ? മഹാനവറുകൾ പറഞ്ഞു, വിശ്വാസികൾക്ക് സുഖസുന്ദരമായ ജീവിതം അല്ലാഹു കൊടുക്കുന്നു പറഞ്ഞത് അത് സ്വർഗത്തിൽ മാത്രമല്ല, ദുനിയാവിലാണ്. സ്വർഗത്തിന്റെ കാര്യം അതിന്റെ അപ്പുറത്ത് വേറെ പറയുന്നുണ്ട്, വലനജിസിയന്നഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സ്വർഗത്തിലെത്തിയാ വേറെ കൊടുക്കും. ഇപ്പറഞ്ഞത് ദുനിയാവിൽ കൊടുക്കുന്നതിനെ പറ്റിയാ. വിശ്വാസികൾക്ക് എങ്ങനെയാ ദുനിയാവിൽ സുഖസുന്ദരമായ ജീവിതം കിട്ടുക? പല രൂപങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബിർറിളാ ബിൽ ഖളാ. അല്ലാഹുവിൽ വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾക്ക് അവന്റെ തീരുമാനങ്ങൾ, അത് ഗുണാവട്ടെ ദോഷാവട്ടെ, ആ തീരുമാനങ്ങളെ 100% അംഗീകരിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോൾ അവർക്ക് ദുനിയാവിൽ സുഖമുള്ള ജീവിതമായിരിക്കും. ഒരു അസുഖം വരുമ്പോ ഇതെന്റെ റബ്ബ് എനിക്ക് മുമ്പേ തീരുമാനിച്ചതാണ് എന്ന് രോഗിയായ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ രോഗം വന്നതിൽ ഹോസ്പിറ്റൽ കിടക്കുമ്പോ അവനിക്ക് ആവലാതിയില്ല, വേവലാതിയില്ല, ടെൻഷനില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് ചെറിയ ഒരു മുള്ള് തറക്കുന്നതുവരെ അത് ആഖിറത്തിലെത്തുമ്പോ അവന്റെ പാപമോചനമായി അല്ലാഹു തആല രേഖപ്പെടുത്തുമെന്ന് ഹദീസിലുണ്ട്. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളും എല്ലാം റബ്ബിന്റെ തീരുമാനപ്രകാരം നടക്കുമ്പോൾ ആ തീരുമാനത്തെ അംഗീകരിച്ച് പൊരുത്തപ്പെട്ട് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്താതെ ജീവിക്കുമ്പോൾ അത് വലിയ സന്തോഷമുള്ള ജീവിതമായിരിക്കും. ജീവൻ കൊടുത്ത സ്വഹാബത്തിൻ മുമ്പില് ജീവിതം സ്നേഹിക്കും ഞാനെത്ര പിന്നില്. ജീവന്റെ ജീവനാണെന്ന പറച്ചില് ജീവിച്ച് തീർക്കണം ആമുത്തിൻ ഹുബ്ബില്. ആമുത്തിൻ ഹുബ്ബില് നീട്ടുന്ന കയ്യാകെ പാപക്കറകള് നീരിൽ നിന്നൊഴിയുന്ന കൽബോയിരുട്ടില് നിറയെ ഇബ്ലീസിൻ മോഹക്കുരുക്കില് നന്നാക്കിടാനൊന്ന് നോക്കൂ എന്നാറ്റല്.